സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. എപ്പോഴാണ് ദൈവരാജ്യം വരിക? നമ്മൾ സാധാരണ ജീവിതം നയിക്കുകയാണ്. ഭക്ഷണം കഴിച്ചും കഴിപ്പിച്ചും, കല്യാണം കഴിച്ചും കഴിപ്പിച്ചും, വീടുണ്ടാക്കിയും വീട്ടിൽ താമസിച്ചും ഒക്കെ യാത്ര ചെയ്യുന്ന ഈ സമയം ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാതെയാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ നിന്റെ ജീവിതം വലിയ പരാജയമാകും. എന്നാൽ ദൈവരാജ്യ അനുഭവത്തോടുകൂടിയാണ് നീ ഈ വേളകളിലൊക്കെ യാത്ര ചെയ്യുന്നെങ്കിൽ ദൈവരാജ്യ അനുഭവം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടും വിശ്വസിപ്പിച്ചുകൊണ്ടും യാത്ര ചെയ്യണം. പണ്ടൊരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഈ കൊച്ചുങ്ങൾ വന്ന് ചോദിക്കുകയാണ്, ദൈവമുണ്ടോ? ദൈവം എങ്ങാനും ഉണ്ടോ? ജീവിച്ചിരിപ്പുണ്ടോ? എന്താ മറുപടി പറയണേ? എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ അപ്പനോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? കാരണം ചോദിക്കേണ്ടി വന്നിട്ടില്ല. കാരണം അപ്പൻ എപ്പോഴും പറയാറുണ്ട്, ഒടേതമ്പുരാൻ സഹായിച്ചു, അവര് വിശുദ്ധന്മാര് ഒക്കെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ദൈവരാജ്യ അനുഭവം അവരുടെ ജീവിതത്തിൽ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ദൈവം ഉണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കി കിട്ടുമായിരുന്നു. ഇന്ന് എല്ലാം നമ്മുടെ മിടുക്കായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾ അങ്ങനെ ചോദിക്കാതെ എങ്ങനെ പറ്റും? ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. അതുകൊണ്ട് ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ദൈവം ഇടപെട്ടിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുവാൻ ദൈവരാജ്യ അനുഭവം നമുക്കുണ്ടാകട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.